നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂരിലെ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകം. കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമൽ ദമ്പതികളുടെ കുഞ്ഞ്. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം. വാക്സിനേഷനിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്ന പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരത്തിൽ സ്റ്റൈപ്പൻഡ് വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. 400 വിദ്യാർത്ഥികളും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കണ്ണൂർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം. നിർമ്മാണം പയ്യന്നൂർ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ. ഇടുക്കിയിൽ കർഷകന്റെ വീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പരാതി. പാൽക്കുളം മേടിൽ നിജോയുടെ വീടാണ് കത്തിച്ചത്. വീടിന്റെ ഇരുമ്പ് വസ്തുക്കൾ വനം വകുപ്പ് വാഹനത്തിൽ കടത്തിയെന്നും വീട്ടുടമ. ഒറ്റ വേനൽ മഴയിൽ ചെളിക്കുണ്ടായി കോഴിക്കോട് നഗരത്തിലെ കൂടത്തുംപാറ LP സ്കൂൾ. ദുരിതത്തിന് കാരണം ദേശീയപാത നിർമ്മാണത്തിനിടെ തോടുകൾ നികത്തിയത്. മഴ കനത്താൽ സമാന്തര സംവിധാനം ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വാർത്തകൾ വിശദമായി നോക്കാം. ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം. വാക്സിനേഷൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് പരാതി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ഈ മാസം 12-നാണ് പൂപ്പാറ സ്വദേശി സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മരിച്ചത്. 45-ാം ദിവസത്തെ വാക്സിനേഷന് പിന്നാലെ കുഞ്ഞിന്റെ ആരോഗ്യം മോശമാവുകയായിരുന്നു. അതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് വാക്സിൻ എടുത്തത്. വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങി. തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജാക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചു. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ഹൃദയമിടിപ്പ് താഴ്ന്ന് മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായിരുന്നുവെന്നും ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മരണകാരണം വാക്സിൻ എടുത്തതിലെ പിഴവെന്ന് കുടുംബം ആവർത്തിക്കുന്നു. എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവർ ഞങ്ങളോട് നേഴ്സാ ചോദിച്ചത് 1.5 മാസമാണോ 1.5 വയസ്സാണോ ചോദിച്ചപ്പോൾ 1.5 മാസം. ഞാൻ സാധാരണയായിട്ട് ചുമ്മാ ചോദിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ സാധാരണയായിട്ട് 1.5 മാസം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാ. ഞങ്ങൾക്ക് വാക്സിനേഷന്റെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് ഫുള്ള് ചാന്ദപാറ ഹോസ്പിറ്റലിന്റെ മേല ഞങ്ങൾക്ക് പരാതി. ജനിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന് ആരോഗ്യനിലയിൽ കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിട്ടും എങ്ങനെ വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബം ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ വളപട്ടണത്ത് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകം. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ഇന്നലെ രാത്രിയാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമൽ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ കുഞ്ഞാണ് മരിച്ചത്. 4 മാസമുള്ള കുഞ്ഞിനെ തങ്ങൾക്കൊപ്പം ഉറക്കിക്കിടത്തിയെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് ഇവർ നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തി. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അച്ഛനമ്മമാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. വളപട്ടണത്തെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഇവരുടെ താമസം. മുത്തു ആക്രി കച്ചവടം നടത്തുകയാണ്. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സ്റ്റൈപ്പൻഡ് വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യതയില്ലാതെയാണ് സ്റ്റൈപ്പൻഡ് വിതരണം. മാർച്ച് മാസം 3-ാം വാരത്തിലേക്ക് കടന്നിട്ടും പണം നൽകിയിട്ടില്ല.
ഈ സാഹചര്യത്തിലാണ് PG വിദ്യാർത്ഥികൾ അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിച്ചത്. അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവ വിഭാഗം എന്നിവിടങ്ങളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 400 വിദ്യാർത്ഥികളും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാനിരുന്നാണ്. പക്ഷെ ഇന്നലെ മണ്ടയും കൂടി ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത് പ്രോഗ്രസ് ആകുമോ എന്ന് നോക്കാനായിട്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത്. ജനങ്ങളുടെ ഒരു ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത്. പക്ഷെ ഇന്നലെ വൈകിട്ടായിട്ട് പോലും നമുക്ക് അതിലൊരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈഫൻഡ് ക്രെഡിറ്റ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. PG സമരത്തിന് വിദ്യാർത്ഥി യൂണിയന്റെയും പിന്തുണയുണ്ട്. PG വിദ്യാർത്ഥികളുടെ ഈ ഒരു സമരത്തിന് SFI എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ബന്ധപ്പെട്ട തലങ്ങളിൽ ഇടപെട്ടിട്ട് ഇതൊരു ആവശ്യമല്ല, ഒരു അവകാശമാണ് ചെയ്ത ജോലിക്കുള്ള കൂലി എന്നുള്ളത്. അപ്പോൾ അത് നേടിയെടുക്കുന്നത് വരെ PG വിദ്യാർത്ഥികൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഒപ്പം തന്നെ SFI ഉണ്ട്. സാമ്പത്തിക വർഷാവസാനമായതിനാലാണ് സ്റ്റൈഫൻഡ് വിതരണത്തിൽ കാലതാമസം നേരിടുന്നതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു. പാലക്കാട് സ്വദേശി അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ലക്കിടി നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. തലയ്ക്ക് സാരമായി പരുക്കേറ്റ ഇയാളെ ഒറ്റപ്പാലം കണ്ണൂൻപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രാവിലെ 8:40 അപകടമുണ്ടായത്. കാസർഗോഡ് കല്ലക്കട്ടയിൽ സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഡ്രൈവർക്ക് പരുക്കുണ്ട്. വാനിലുണ്ടായിരുന്ന 6 കുട്ടികൾ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാനിയ ഗ്ലോബൽ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കാസർകോട്ടെ 15-കാരിയുടെ തിരോധാന കേസ് ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. മരിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. കേസിന്റെ അന്വേഷണം സംബന്ധിച്ച് കാസർഗോഡ് പോലീസ് കോടതിയിൽ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടി മരിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കാനാണ് സാധ്യത. പത്തനംതിട്ട കളക്ടറേറ്റിന് ബോംബ് ഭീഷണി. കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസ് പരിശോധന നടത്തിവരികയാണ്. ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, എപ്പോഴായിരുന്നു ഇത്തരം ഒരു ഭീഷണി സന്ദേശം ലഭിച്ചത്? അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിഗമനത്തിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ടോ? പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഇന്ന് രാവിലെ 6 മണിക്കാണ് പത്തനംതിട്ട കളക്ടർക്ക് ഔദ്യോഗിക മെയിലിലേക്ക് ഇത്തരമൊരു ഭീഷണി സന്ദേശം വന്നത്. പത്തനംതിട്ട കളക്ടർ ബോംബ് വെച്ചിട്ടുള്ള ഭീഷണി സന്ദേശമാണ് വന്നത്. അത് പ്രധാനമായും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ ഓർമ്മപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ബോംബ് വെച്ചിട്ടുള്ള ഭീഷണി ഈ മെയിൽ സന്ദേശത്തിലുണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ കളക്ടർ പോലീസുമായി ബന്ധപ്പെട്ട് ഡോർ സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തുകയും ഈ കളക്ടർ ഓഫീസിലെ എല്ലാ ജീവനക്കാരെയും ഓഫീസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒഴിപ്പിക്കുകയും പരിശോധന തുടരുകയും ചെയ്തു. ഏതായാലും ഒരു 2 മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും എല്ലാ ഓഫീസും നടത്തിയെങ്കിലും ഈ ബോംബ് വെച്ചായിട്ടൊന്നും ബോംബിന്റെ യാതൊരു സാന്നിധ്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തെല്ലാം സർക്കാർ ഓഫീസും ഒപ്പം തൊട്ടടുത്ത് വീടുകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. വിശദമായ പരിശോധന തന്നെയാണ് കഴിഞ്ഞ 2-3 മണിക്കൂറായി പോലീസ് നടത്തിയത്. എന്തായാലും ഒന്നും ഈ പറയുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ബോംബ് വെച്ചതായിട്ടുള്ള ഭീഷണി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വ്യാജ സന്ദേശമായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പരിശോധനകൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാവിലെ 6:30 കളക്ടർ ഔദ്യോഗിക മെയിലിലേക്ക് ഇത്തരമൊരു സന്ദേശം എത്തിയത്. ജില്ല പത്തനംതിട്ട കളക്ടറേറ്റിലാണ് ഇന്ന് രാവിലെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വ്യാജ സന്ദേശമാകാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് പോലീസ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവമുണ്ടായത്. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്നതിനിടെയാണ് 2 പേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി 2 പേരെയും പാളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും വലവിരിച്ച് പോലീസ്.
മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ 2.15 കോടി മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. മാർച്ച് 5 മുതൽ 16 വരെ നടത്തിയ 5399 റെയ്ഡുകളിൽ 725 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് 742 പേരെ പ്രതി ചേർത്തു. 81.21 ഗ്രാം MDMA, 55.73 ഗ്രാം ഹെറോയിൻ, 39.26 ഗ്രാം മെത്താഫെറ്റമിൻ, 12.82 ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ, 14 ഗ്രാമിലധികം ബ്രൗൺ ഷുഗർ, 133.9 കിലോ കഞ്ചാവ്, 14.8 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 22 ഗ്രാം ചരസ് തുടങ്ങിയവയാണ് എക്സൈസ് പരിശോധനയുടെ ഭാഗമായി പിടികൂടിയത്. തിരുവനന്തപുരം വർക്കലയിൽ 12 ഗ്രാം MDMAയുമായി കാറിൽ സഞ്ചരിച്ച 3 യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടി. വർക്കല കാപ്പിൽ സ്വദേശിയായ പ്രവീൺ, നെയ്യാറ്റിൻകര കുന്നത്തുക്കൽ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി കുലുക്കല്ലൂർ വണ്ടുംതറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തുന്നതായി കണ്ടെത്തി. സംഭവത്തിൽ പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 144 സെന്റിമീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് കണ്ടെത്തിയത്. വീടിന്റെ പുറകുവശത്ത് ശുചിമുറിയോട് ചേർന്നാണ് ചെടി വളർത്തിയിരുന്നത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൗര്യ, മിർസാപൂർ സ്വദേശി ഗ്യാൻ ദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാട്ടാക്കടയിൽ കടകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പിടിച്ചെടുത്ത് 10,000 രൂപ പിഴയും ചുമത്തി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ യൂണിറ്റ് കാട്ടാക്കട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ തുടർന്ന് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ടിലാണ് കോഴിക്കോട് നഗരത്തിലെ കൂടത്തുംപാറ LP സ്കൂൾ. വേനൽ മഴയിൽ വെള്ളം ഇരച്ചെത്തിയതോടെ സ്കൂളിലെ അധ്യയനം പോലും തടസ്സപ്പെട്ട നിലയിലാണ്. ഒറ്റ വേനൽ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണിത്. ക്ലാസ് മുറികൾ ചെളിക്കുണ്ടുകളായിരിക്കുന്നു. സ്കൂളിലേക്ക് നടന്നുപോലും എത്താൻ കഴിയാത്ത ദുരവസ്ഥ. സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലെ കളിക്കോപ്പുകളടക്കം വെള്ളത്തിലായി. 4 ക്ലാസ്സിലും അങ്കണവാടിയിലുമായി 100ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായി വന്ന മഴ കാരണം നിലവിൽ കോമലക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ ഇവിടെ സ്ഥലമില്ല. ഇവിടെ ഒരു തോട് മുമ്പുണ്ടായിരുന്നു. അപ്പൊ ആ തോട് അപ്രത്യക്ഷമായതുകൊണ്ടാണ് വെള്ളം മുഴുവൻ സ്കൂളിലേക്ക് ചളിയോടുകൂടി വന്നത്. അപ്പൊ പല അവശിഷ്ടങ്ങളോടും കൂടിയാണ് ഇവിടെ കിടക്കുന്നത് ഇപ്പം വെള്ളം. അപ്പം NH66 ഒരു അശാസ്ത്രീയമായ വികസനം ആണ് സത്യത്തിൽ സ്കൂളിനെ ഇങ്ങനെയൊരു പരിതാപകരമായ അവസ്ഥയിലേക്കാക്കിയത്. സ്കൂളിന് സമീപമുള്ള ഉയർന്ന പ്രദേശമായ കോമലക്കുന്നിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം മാമ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന തോടുകൾ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിട്ട് നികത്തിയതോടെ ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ട് ഭീഷണിയിലായി. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ 2 ആഴ്ച മുൻപ് മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ സർവീസ് റോഡ് സാധാ എല്ലാ സ്ഥലത്തും 7 മീറ്റർ ഉണ്ട്. ഇവിടെ 3 മീറ്റർ ആയിട്ട് ചുരുക്കി ഈ ടോൾ പ്ലാസ അവിടെ വരുന്നതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു സാധനങ്ങളും ചെയ്തിട്ടില്ല. നേരെ സ്കൂളിലേക്കാണ് വരുന്നത്. ഇത് ഞങ്ങൾ MLAക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, MP കത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ ഒരു മനുഷ്യച്ചങ്ങലയും വലിയ പരിപാടികളൊക്കെ നടത്തിയതാണ്. എന്നിട്ട് ഒരു അധികാരികളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട്. സ്കൂൾ വൃത്തിയാക്കി നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മഴ പെയ്താൽ വീണ്ടും അധ്യയനം മുടങ്ങാനാണ് സാധ്യത. ഈ മാസം 21-ന് പരീക്ഷകൾ ആരംഭിക്കാനിരിക്കെയാണ് ഈ ദുരിതം. മഴ കനത്താൽ കുട്ടികൾക്ക് സമാന്തര സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ന്യൂസ് 18 കോഴിക്കോട്.
ആലപ്പുഴയിൽ കളഞ്ഞു കിട്ടിയ ATM കാർഡിൽ നിന്ന് പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ ATM കാർഡാണ് കളഞ്ഞുപോയിരുന്നത്. കാർഡിന് പിന്നിൽ എഴുതിവെച്ച പിൻ നമ്പർ ഉപയോഗിച്ച് വിവിധ ATM കൗണ്ടറുകളിൽ നിന്നായി 25,000 രൂപയാണ് തട്ടിയെടുത്തത്. സംഭവത്തിൽ സുജന്യയുടെ കൂട്ടാളി സലീഷ് മോനെയും ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന ആശങ്ക. ഡാമിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മലങ്കര പ്രദേശത്തെ കർഷകരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് മലങ്കര ജലാശയം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയാറിന് ഇരുവശമുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്താണ് അന്ന് മലങ്കര ജലാശയവും ഇതിന്റെ മഴപ്രദേശവും സ്ഥാപിച്ചത്. ഇതിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബങ്ങളടക്കം ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ജലസേചന വകുപ്പിന്റെ ഡാമുകളുടെ പരമാവധി സംഭരണ ശേഷിക്കും അപ്പുറം 20 മീറ്റർ ബഫർ സോണും തുടർന്ന് 100 മീറ്റർ നിർമ്മാണ നിരോധനവും കാരണം മലങ്കര ജലാശയത്തിന്റെ സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് പലായനം ചെയ്യേണ്ടി വരുമെന്നതിൽ ആശങ്കയുയർത്തുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായ ഈ കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് മലങ്കര ജലാശയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. മുട്ടവും കുടയത്തൂരും അറക്കുളവും അതിനപ്പുറം വെള്ളിയാമറ്റവും ആലക്കോടും ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളെ അതിൻ്റെ ഏകദേശം വരുന്ന ടൗൺ പ്രദേശങ്ങളെ പൂർണ്ണമായി ഈ ബഫർ സോൺ ബാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാധ്യതയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഈ ഗവൺമെന്റിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. മലങ്കര ജലാശയത്തിന് ചുറ്റും കാച്ച്മെന്റ് ഏരിയ വനംവകുപ്പിന് വിട്ടു നൽകി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയതിനു പിന്നാലെയാണ് ബഫർ സോൺ സ്ഥാപിക്കാനുള്ള നീക്കം. മലങ്കര റിസർവയറിന് ചുറ്റും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് പ്രദേശവാസികൾ. സാധാരണക്കായ ആളുകൾക്ക് ഒരു ലൈഫിൽ ഭവന പദ്ധതി ലഭിച്ചാൽ പോലും ലൈഫിൽ വീട് പണിയണമെങ്കിൽ പോലും ഈ 20 മീറ്റർ ചുറ്റളവിലാണ് മാത്തപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ അമ്പാട്ട് കോളനി ശങ്കരപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് സാധാരണക്കായ ആളുകൾക്ക് ജീവിക്കുന്നതിനുള്ള സാഹചര്യം കോളനി പ്രദേശത്തെയും അതുപോലെ തന്നെ വലിയ ടൂറിസം സാധ്യതകളുള്ള മലങ്കര പോലെ ഒരു പ്രദേശത്ത് ആ ടൂറിസം സാധ്യതകൾക്ക് വിഘാതം ഏൽപ്പിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെളിയാമറ്റം എന്നീ 6 പഞ്ചായത്തുകളിലെ 1000-ലേറെ കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം വീടുകളുടെ നവീകരണം, പുതിയ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നത്തിലാകും. ന്യൂസ് 18 ഇടുക്കി. ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം തടഞ്ഞ് കർഷക കോൺഗ്രസ്. കഴിഞ്ഞ 7 മാസക്കാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയിരുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. നിലവിൽ വാഹനം ഹരിതകർമ്മസേനയുടെ മാലിന്യം ശേഖരിക്കാനാണ് ഓടിക്കൊണ്ടിരുന്നത്. ഹരിതകർമ്മസേനയുടെ വാഹനം റീടെസ്റ്റ് കഴിഞ്ഞ് മാസങ്ങളായി നഗരസഭാ അങ്കണത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. യാതൊരു രേഖയുമില്ലാതെയാണ് ഈ വാഹനം സ്കൂൾ സമയത്ത് ഉൾപ്പെടെ സഞ്ചരിച്ചതെന്ന് പരാതിപ്പെട്ടിട്ടും RTO നടപടി സ്വീകരിച്ചില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ വാഹനത്തിൽ മാലിന്യം ശേഖരിച്ച് സംസ്കരണ പ്ലാന്റിലേക്ക് മടങ്ങവെയാണ് വാഹനം തടഞ്ഞത്. പോലീസ്, RTO അധികൃതർ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാസി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ കൊല്ലമുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കർഷകന്റെ വീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പരാതി. ഇടുക്കി പാൽക്കുളം മേടിൽ കുത്തനാപ്പിള്ളിൽ നിജോയുടെ വീടാണ് കത്തിച്ചത്. വീടിന്റെ ഇരുമ്പ് വസ്തുക്കൾ വനം വകുപ്പ് വാഹനത്തിൽ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതായും വീട്ടുടമ നിജോ ആരോപിച്ചു. ഇടുക്കി പാൽക്കുളം മേടിൽ വനാതിർത്തിയോട് ചേർന്നാണ് കുത്തനാപ്പിള്ളിൽ നിജോയുടെ കൈവശമുള്ള വീടും സ്ഥലവുമുള്ളത്. മുൻപ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തുള്ള വീടിന് നിജോ കഴിഞ്ഞ 25 വർഷമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിജോ സ്ഥലത്തില്ലാതിരുന്ന സമയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വനം വകുപ്പ് അധികൃതരെത്തി വീടിന് തീയിട്ട് കത്തിച്ചെന്നാണ് പരാതി. ഇത് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ
നമുക്കെതിരെ കേസ് എടുക്കുമ്പോൾ മാത്രം നോട്ടീസ് വരും. അല്ലാത്തപ്പോൾ ഒരു നോട്ടീസോ ഒരു കാര്യങ്ങളോ എന്നോട് പറഞ്ഞില്ല. ഇറങ്ങാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നിലവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കമ്മീഷൻ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെര ഉണ്ടായിരുന്നതിന്റെ തെളിവ് പോലുമില്ല. അതേപോലെ അവർ നാമാവശേഷമാക്കി കളഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഒരു പാറയുടെ മുകളിലാണ് വീട് നിർമ്മിച്ചിരുന്നത്. വീട്ടിൽ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളും ഇവർ കടത്തിക്കൊണ്ടുപോയതായി ആരോപണമുണ്ട്. ഉടമസ്ഥൻ നിജോ അന്വേഷിച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം നിഷേധിച്ചെങ്കിലും വനം വകുപ്പ് വാഹനത്തിൽ കയറ്റി വീടിന്റെ ഇരുമ്പ് അവശിഷ്ടങ്ങൾ ചെറുതോണിയിലെ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി താൻ കരമടയ്ക്കുന്ന ഭൂമിയിലുള്ള വീട് കത്തിച്ച വനം വകുപ്പിനെതിരെ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും ആവശ്യപ്പെട്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും കോടതിയിലും പരാതി നൽകിയതായി നിജോ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡിൽ സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ വാഹനങ്ങൾ മുന്നറിയിപ്പ് മറികടന്ന് പ്രവേശിച്ചത് പ്രതിഷേധത്തിന് ഇടവരുത്തി. കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉറയ്ക്കും മുൻപേ വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം ഒടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസിയെ അറിയിച്ചു. മൂന്നാറിൽ നിന്നും ന്യൂനഗറിലേക്ക് പോകുന്ന റോഡാണ് നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്തത്. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോയിരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് മറികടന്ന് സ്വകാര്യ ഗ്യാസ് ഏജൻസി വഴി തുറന്ന് വാഹനങ്ങൾ കയറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വഴിയടച്ചതോടെ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്ന ടാക്സി തൊഴിലാളികളടക്കമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. இந்த ரோடு ஜில்லா பஞ்சாயத்துலேருந்து பவ்யா மெம்பர் ஜில்லா பஞ்சாயத்து மெம்பர் வச்ச 20 லட்சம் ரூபா. இந்த ரோடு 10-15 விவசாயி வேலைஞ்சி போட்டிருக்கோம். இன்னைக்கு இந்த கேஸ் கம்பெனிக்காரங்க இந்த ரோடை திறந்து யாருக்குமே தெரியாமல் திறந்து உள்ள வண்டி ஏற்றினாங்க. ரோடெல்லாம் பொழிஞ்சு போச்சு. இது இந்த கேஸ் கம்பெனி பேரில் ஒரு கேஸ் எடுக்கணும். அது மாத்திரம் இல்லாமல் ஆற்று புறம்போக்கு ஆற்றை மறைச்சி பாலம் கட்டிட்டு இருக்காங்க, இடம் முடிச்சிட்டு இருக்காங்க. ஒரு பாவப்பட்ட ஆளுங்க ஒரு 2 சென்ட் இடம் முடிச்சா இங்கே உள்ள கவர்மெண்ட்டும் வில்லேஜ் ஆஃபீஸரும் தாசில்தார் எல்லாம் வந்துடுறாங்க, பஞ்சாயத்து உள்பட. இந்த பாலம் கட்டுறதுக்கு பஞ்சாயத்து അനുമതി കൊടുത്തെന്ന് சொல்றாங்க. ഇത് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിരിക്കുന്നതാ ഇല്ല യാർ കൊടുത്തിരിക്കാണ്ട് എங்களுக்கு தெரியணும். പ്രതിഷേധം രൂപം കൊണ്ടതോടെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം ഒടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസി അറിയിച്ചു. സ്വകാര്യ ഗ്യാസ് ഏജൻസി പ്രദേശത്ത് തോട് കയ്യേറി പാലം നിർമ്മാണം നടത്തുന്നുവെന്നും ഇതിന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്നും സ്ഥലത്തെത്തിയ ടാക്സി തൊഴിലാളികൾ ആരോപിച്ചു. ന്യൂസ് 18 ഇടുക്കി. ശബരിമല മാസപൂജയ്ക്കുള്ള ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 5 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 4-ന് നട വീണ്ടും തുറന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും. ഇരുമുടിക്കെട്ടില്ലാതെയുള്ള ദർശനത്തിനും സമയമാറ്റം ഏർപ്പെടുത്തി രാവിലെ 6 മണി മുതൽ സിവിൽ ദർശനം അനുവദിക്കുകയുള്ളൂ. രാത്രി 9:30-ന് ശേഷം സിവിൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിച്ച 5.5 ഏക്കർ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. പയ്യന്നൂരിന്റെ സ്വപ്ന പദ്ധതിയാണ് 28 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തുന്നത്. ബസ് സ്റ്റാൻഡ്, യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനമാണ് 2ാം ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് തങ്ങളുടേതായ സമ്പൂർണമായ തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരാശരി ഒന്നുമില്ലാതെ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷതയോടുകൂടി അതിന് കളമൊരുക്കിയ നഗരസഭ, അതിൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, ഉത്തരവാദപ്പെട്ടവർ, നാട്ടുകാർ, ബഹുമാനായ MLA ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അവരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുക. നടുവിലെ വീട്ടിൽ ശങ്കരൻ, MN രാഘവൻ എന്നിവർ ചേർന്ന് 3.5 ഏക്കറും ചാലിക്കണ്ടി പീടികയിൽ അബ്ദുള്ള 1 ഏക്കറും പുതിയ വീട്ടിൽ രമണി, ചെരിപ്പൊടി വിനോദ് കുമാർ എന്നിവർ 1 ഏക്കർ വീതവുമാണ് ബസ് സ്റ്റാൻഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നത്. 2015 മുതൽ 17 വരെ 30 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥലം മണ്ണിട്ടുയർത്തുകയും 1.71 കോടി രൂപ ചെലവഴിച്ച് കെനോപ്പി, പ്ലാറ്റ്ഫോം എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ.
തെങ്ങിൽ നിന്ന് തേങ്ങകൾക്ക് പകരം തെങ്ങിൻ തൈകൾ മുളയ്ക്കുന്ന കൗതുക കാഴ്ചയാണ് തിരുവനന്തപുരം വെങ്ങാനൂരിലുള്ളത്. വെങ്ങാനൂർ വെണ്ണിയൂർ സ്വദേശി രാജേഷ് കുമാറിന്റെ വീട്ടിലാണ് ഈ കൗതുക തെങ്ങ് നിൽക്കുന്നത്. 3 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വെങ്ങാനൂർ വെണ്ണിയൂർ നെല്ലിവിള RP സദനത്തിൽ രാജേഷ് കുമാർ തന്റെ വീട്ടുമുറ്റത്ത് നട്ടതായിരുന്നു ഈ തെങ്ങ്. തെങ്ങ് നട്ട് 3-ാം വർഷം കൂമ്പ് വന്നു. ഇതിൽ നിന്ന് ആദ്യ ഫലം കായ്ക്കുന്നതും പ്രതീക്ഷിച്ചിരുന്ന കുടുംബത്തെ അത്ഭുതപ്പെടുത്തി കൂമ്പിനുള്ളിൽ നിന്നും ഓലകൾ പുറത്തേക്ക് വന്നു. 6 മാസം കാത്തിരുന്നപ്പോൾ വീണ്ടും 9 കൂമ്പുകൾ വന്നതിലും പതിവ് തെറ്റിക്കാതെ ഓലയായിരുന്നു പുറത്തു വന്നത്. കാർഷിക മേഖലയിലെ ഈ അത്ഭുത പ്രതിഭാസം പ്രദേശവാസികൾക്കാകെ കൗതുകമായിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോ 3 വർഷം ആയപ്പോ തന്നെ കാ വന്നു. എന്റെ കൂമ്പ് വന്നു. ആദ്യത്തെ കൂമ്പ് വന്നു, അടുത്ത രണ്ടാമത്തെ കൂമ്പ് വന്നപ്പോ സാധാരണഗതിയിൽ തെങ്ങും പൂക്കലയാണ് വരുന്നത്. അതിന് പകരം തെങ്ങ് ഓലയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ കൂമ്പ് 6 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഓരോ കൗളിലും വരുന്ന കൂമ്പുകളെല്ലാം ഓലയായിട്ട് തന്നെയാണ് വരുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് വെങ്ങാനൂർ സ്വദേശിയിൽ നിന്നാണ് തെങ്ങിൻ തൈ വാങ്ങി നട്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടുടമ. അതേസമയം ജനിതക മാറ്റമായിരിക്കാം ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണമെന്നാണ് ഗവേഷകർ നൽകുന്ന പ്രാഥമിക വിവരം. ന്യൂസ് 18 വെങ്ങാനൂർ. വിമൻസ് എംപവർമെന്റ് യൂണിയൻ അഥവാ WEU എന്ന സ്ത്രീ സംരംഭകരുടെ ഓൺലൈൻ കൂട്ടായ്മ മാർച്ച് 16-ന് 2ാം വാർഷികം ആഘോഷിച്ചു. തിരുവനന്തപുരം സനാഥാലയത്തിലെ ക്യാൻസർ രോഗികൾക്കൊപ്പം കേക്ക് കട്ട് ചെയ്തും അവർക്ക് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും നൽകിക്കൊണ്ടുമാണ് WEU കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന WEU കൂട്ടായ്മ ഈ 2 വർഷ കാലയളവിൽ ഒട്ടനവധി വീട്ടമ്മമാരായ സ്ത്രീ സംരംഭകരെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി വിവിധ ദേശത്തുള്ള സംരംഭകരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം നടത്തിയാണ് വിൽപ്പന സാധ്യമാക്കുന്നത്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.